വേക്കൻസികളെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്ത് പഠിക്കണം എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ്. ആമൽ ഹസൻ. ഇത്തവണ പോളിടെക്നിക്കലും IT ഉള്ള ആളുകൾക്ക് ISROയിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത്. കൂട്ടത്തിൽ ഏറ്റവും അടിപൊളി അവസരം വന്നിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് തന്നെയാണ്. കൂടാതെ നമുക്ക് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇത്തവണ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, പോളിടെക്നിക് കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ IT വന്നിട്ട് ടർണർ, ഫിറ്റർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ട്രേഡ് കഴിഞ്ഞവർക്കുമാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അപ്പോൾ വേക്കൻസികളെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്ത് പഠിക്കണം എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. മെക്കാനിക്കലിൽ 11 വേക്കൻസികളുണ്ട്. അപ്പം ഈ LPSC എന്ന് പറയുന്നത് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, വലിയമല, തിരുവനന്തപുരം. ഞാൻ ഇവിടെ സ്ക്രീനിലേക്കാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മുടെ മെക്കാനിക്കൽ ടോട്ടൽ 11 വേക്കൻസികളുണ്ട്. അതിൽ വലിയമലയിൽ 8 ആണ്. അതിൽ അൺറിസർവ്ഡ് 3, OBC 3, SC 1, EWS 1 എന്നുള്ള രീതിയിലാണ്. പിന്നെ ബാംഗ്ലൂരിലാണ് 3 വേക്കൻസി, അൺറിസർവ്ഡ് 2, SC 1 എന്നുള്ള രീതിയിലാണ്. ഈ 11 വേക്കൻസിയിൽ നിന്ന് തന്നെ ഔട്ട് ഓഫ് 11ൽ 1 പോസ്റ്റ് റിസർവ്ഡ് PWBD കാൻഡിഡേറ്റിലേക്ക് ഒന്ന് പോകുന്നുണ്ടാവും. സോ അതവിടെ നിൽക്കട്ടെ. അപ്പം അത്യാവശ്യം വേക്കൻസികളുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് മെക്കാനിക്കലിനെ സംബന്ധിച്ച് ഇത്. അത് മാത്രമല്ല, നമ്മൾ കേരളത്തിലുള്ളവരെ സംബന്ധിച്ചുകൊണ്ട് LPSC ട്രിവാൻഡ്രത്ത് വേക്കൻസി വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല കാര്യമാണ്. സോ അപ്പോൾ മെക്കാനിക്കിനെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് തലത്തിൽ പഠിച്ചിട്ടുള്ള കുറേയധികം ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ RS കുർമി, JK ഗുപ്താന്റെ ടെക്സ്റ്റ് ബുക്കാണ്. ചന്ദ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൺവെൻഷനൽ ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്നാണ്. അപ്പൊ ഇതില് ചാപ്റ്റർ വൈസ് ഞാൻ പറഞ്ഞുതരാം. ചാപ്റ്റർ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ തിയറിയും അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ചാപ്റ്റർ ആണ് ഞാൻ പറയുന്നത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, ഹൈഡ്രോളിക് ആൻഡ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ്, തെർമോഡൈനാമിക്സ്, സ്റ്റീം ബോയിലേഴ്സ് ആൻഡ് എൻജിൻസ്, സ്റ്റീം നോസൽസ് ആൻഡ് ടർബൈൻസ്, IC എൻജിൻസ് ആൻഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, കംപ്രസേഴ്സ്, ഗ്യാസ് ഡൈനാമിക്സ് ആൻഡ് ഗ്യാസ് ടർബൈൻസ്, ഹീറ്റ് ട്രാൻസ്ഫർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, തിയറി ഓഫ് മെഷീൻസ്, മെഷീൻ ഡിസൈന്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ, വർക്ക്ഷോപ്പ് ടെക്നോളജി, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള ഇത്രയും ചാപ്റ്റേഴ്സ്. അതായത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് നമ്മൾ 6 സെമസ്റ്ററുകൾ, 3 വർഷത്തെ 6 സെമസ്റ്ററുകൾ എടുത്തിട്ട് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ, പ്രധാനമായിട്ടും സെക്കൻഡ് ഇയർ അഥവാ 3rd സെം മുതലാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഈ പോളിടെക്നിക് തിയറി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും ഇതിനകത്ത് കവർഡ് ആണ്. ഏറ്റവും അധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കവർ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബുക്ക് മേടിച്ചിട്ട് MCQ ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ആൾസോ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഓരോ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് 44,900 മുതൽ 1,42,400 രൂപ വരെയാണ് അതിന്റെ ബേസിക് പേയ്മെന്റ് വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് ബേസിക് ആണ്. DA ചേർന്നിട്ട് പിന്നെ ഹൗസ് റെന്റ് അലവൻസും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ഏതാണ്ട് 77,000 മുകളിലേക്ക് ഗ്രോസ് സാലറി പോകും ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ്. സോ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഭയങ്കര നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാം ആണ്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിന് ശരിക്കും ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ. അത് വലിയമലയിലാണ്, അൺറിസർവ്ഡ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അത് അപ്ലൈ ചെയ്യാവുന്നതും പഠിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കിനെ സംബന്ധിച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയിട്ട് എനിക്ക് അത്ര വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് പകരം മറ്റേ എക്സാംസ്, മറ്റ് യൂട്യൂബ് ചാനലുകൾ നോക്കാവുന്നതാണ് ഇലക്ട്രിക്കിനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, പിന്നെ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടർണറോ, ഫിറ്റർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് IT ട്രേഡുകളാണ്. ബേസിക് വരുന്ന 21,700 മുതൽ 69,100 വരെയാണ്. അപ്പോൾ അത് DA ഒക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഗ്രോ എമൗണ്ട് ഏതാണ്ട് 37,000-ഓളം വരും. ഇൻഹാൻഡ് സാലറി അതിലേക്കുള്ള കുറച്ച് താഴെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ബട്ട് IT-ക്കാരെ സംബന്ധിച്ചുകൊണ്ട് അതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ. ഇത് കൂടാതെ കുറെ അധികം ആനുകൂല്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ വേക്കൻസി ശരിക്കും കുറവാണ്. ടർണറിന് അൺറിസർവ്ഡ് ആയിട്ട് വലിയമലയിൽ ഒരു വേക്കൻസി ആണുള്ളത്. ആർക്കും ആണെങ്കിലും അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം.
ഫിറ്ററിന് 4 വേക്കൻസി ഉണ്ട്. അതിൽ വലിയമലയിൽ 2 വേക്കൻസിയാണ്. അത് ഒന്ന് OBC കാൻഡിഡേറ്റിനും ഒന്ന് EWS കാൻഡിഡേറ്റിനുമാണ് വരുന്നത്, എക്കണോമിക്കലി വീക്കർ സെക്ഷനിലും. സോ അതുകൊണ്ട് തന്നെ EWS കാർക്കും OBC കാർക്കും മാത്രമേ വലിയമലയിൽ വേക്കൻസി ഉള്ളൂ. പിന്നെ ബാംഗ്ലൂർ 2 എണ്ണം, അത് രണ്ടും അൺറിസർവ്ഡ് തന്നെയാണ്. ഓക്കെ. സോ പിന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അൺറിസർവ്ഡ് ബാംഗ്ലൂരിൽ 1 വേക്കൻസി ആണുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ വരാം. ക്വാളിഫിക്കേഷൻ ITA, NTC, NAC ഈ പറയുന്ന റെസ്പെക്റ്റീവ് ട്രേഡിലെ NCVT സർട്ടിഫിക്കറ്റ് ആണ്, അഥവാ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടായാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഫസ്റ്റ് വണ് ഞാൻ പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതിപ്പോൾ ഫിറ്റർ ആണ്, ഇതിന്റെ സ്ഥാനത്ത് ടർണറോ റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്ങോ ട്രേഡ് അനുസരിച്ച് മാറും. നിമി ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അതിന്റെ PDF ആണെങ്കിൽ BharatSkill.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ട്രേഡുകളുടെ. ഓക്കെ. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഏഷ്യൻ പബ്ലിക്കേഷൻസിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഫിറ്ററിന് അല്ലെങ്കിൽ ടർണർ റെസ്പെക്റ്റീവ് ട്രേഡിലുള്ള ഏഷ്യൻ പബ്ലിക്കേഷന്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ITA ബേസ്ഡ് സിലബസ് ആണ്. ആൻഡ് ആൾസോ യു ഹാവ് യൂസ് ദിസ് ബുക്ക്. അപ്പോൾ ഇത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ടർണറുകാരും അതുപോലെ തന്നെ ഫിറ്ററുകാർക്കും ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ കുറച്ച് ചാപ്റ്ററാണ്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ, വർക്ക്ഷോപ്പ് ടെക്നോളജി, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ഈ 3 ചാപ്റ്റേഴ്സിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് കൂടുതൽ ഡെപ്തിലേക്ക് കുറച്ചുകൂടി നോളജ് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിനെ സംബന്ധിച്ചുകൊണ്ട് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ ഒരു സബ്ജക്റ്റ് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഇത് ഫിറ്ററുകാർക്കും ടർണറുകാർക്കും മെഷീനിസ്റ്റുകാർക്കും റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ട്രേഡുകാർക്ക് യൂസ് ചെയ്യാം. പക്ഷെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനുകാരെ സംബന്ധിച്ചുകൊണ്ട് ഇതിൽ ഫുള്ള് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ വോളിയം 2 ഇത് തന്നെയാണ്. വോളിയം 2 തന്നെയാണ്. വോളിയം 2-ൽ ഏറ്റവും ലാസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. യെസ്, 583 മുതൽ 598 വരെയാണ് റെഫ്രിജറേഷൻ ആൻഡ്. അത് ഞാൻ ഒട്ടും വായിച്ച് നോക്കിയിട്ടില്ല, കാരണം നമുക്കത് ആവശ്യം വന്നിട്ടില്ല. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ 583 മുതൽ 598 വരെ ഒരു 134 ക്വസ്റ്റ്യൻസ് മാത്രമേ ആ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും രീതിയിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. RIC എന്ന് എഴുതിയിട്ടുണ്ട്, റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് എന്ന് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സോ വേറെ ചാപ്റ്റേഴ്സും ചിലപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് സിലബസ് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഇതിൽ ടോപ്പിക്സ് വേണമെങ്കിൽ ഞാൻ പറയാം. മെഷർമെൻറ്റ് ആൻഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്, മെഷറിംഗ് ഡിവൈസ് ആൻഡ് ടൂൾസ്, മൈക്രോ മെഷറിംഗ് ഡിവൈസ്, ഫോർജിങ്, മെറ്റലർജി, ട്രീറ്റ്മെൻറ്റ്, ലെയ്ത്ത് മെഷീൻ, ഗ്രൈൻഡിംഗ് വീൽ ആൻഡ് ഗ്രൈൻഡിംഗ് മെഷീൻ, പവർ ട്രാൻസ്മിഷൻ, ഫാസ്റ്റനർ, സ്ക്രൂ ത്രെഡ്, ഷീറ്റ് മെറ്റൽ, വെൽഡിംഗ്, ഇന്റർചേഞ്ചബിലിറ്റി ആൻഡ് സർഫസ്, പൈപ്പ് ആൻഡ് മെക്കാനിക്സ്, ഗ്യാപ്പിംഗ് ആൻഡ് ഹൈഡിംഗ്, ഡൈ ആൻഡ് ടാപ്പ്, ഡ്രിൽ ആൻഡ് ബോറിംഗ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫയൽ ആൻഡ് ഹാക്സ്, വൈസ്, കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ, അതിനകത്ത് ബിയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്, നോട്ടിഫിക്കേഷൻ ആൻഡ് CNC മെഷീൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽ ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിലാണ് അതിനകത്ത് വരുന്ന ടോട്ടൽ കണ്ടന്റ് എന്ന് പറയുന്നത്. താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.